എല്ലാവർക്കും നമസ്തേ. ഇന്ന് രാവിലെ മാതൃഭൂമി പത്രം എടുത്തപ്പോൾ എൻ്റെ മുൻ പേജിലെ ഒരു തലക്കെട്ട് കണ്ടു. അതിപ്രകാരമാണ്: മോദി മിണ്ടി. ഇത് കേട്ടാൽ വിചാരിക്കും ഈ മോദി ഒന്നും സംസാരിക്കാറില്ല, അദ്ദേഹം ചുമ്മാ തുറത്ത് വായും പൂട്ടി കുത്തിയിരിക്കുകയാണ്. ഇവന്മാർ ഇതൊന്ന് ഈ തലക്കെട്ട് ഇടുന്നതിന് മുമ്പ് ഇവന്മാർ നോക്കേണ്ടത് അദ്ദേഹം എടുത്ത നടപടികളെക്കുറിച്ചാണ്. ഇത് വന്ന സമയം തന്നെ ഈ മിണ്ടാൻ വേണ്ടിയാണ് നമ്മൾ പാർലമെൻറ്റ് സമ്മേളനം വിളിച്ചത്, അവിടെ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞത്. ഇവന്മാർ സമരം ചെയ്യുന്ന ഈ രാജ്യവിരുദ്ധരോട് ചർച്ച ചെയ്യാമെന്നും പറഞ്ഞത്. അതിന് തയ്യാറാകാതിരുന്നു. അപ്പോൾ അദ്ദേഹം ഇന്നലെ മന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാർ, നിർമ്മല സീതാരാമൻ ഉൾപ്പെടെ പറഞ്ഞിരുന്നു അത് ഇതിനായി ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ വരെ രൂപീകരിച്ചിട്ടുണ്ട്, ഭാവിയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാതിരിക്കുന്നതിനുള്ള എല്ലാ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്, നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ ഇവർ തയ്യാറാകുന്നില്ല. ഇവർ തന്നെയാണ് ഇതിനുള്ള അവസരം ഒഴിവാക്കിയത്. സത്യത്തിൽ അതിനുള്ള കാരണം എന്താണെന്ന് നമ്മൾ ചിന്തിക്കുക. ഈ പാർലമെൻറ്റ് സ്തംഭിപ്പിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ ഇത്തരം സമരാഭാസം നടത്തുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ജനങ്ങൾ ചിന്തിക്കുക. ഈ അടുത്ത സമയത്ത് തന്നെ നമ്മൾ കേട്ടത് വളരെ ഭീതിയോടെയും കോപത്തോടെയും നമ്മൾ കേട്ട ഒരു വാർത്തയാണ്. നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കാൻ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്ന സമയത്ത് അന്ന് ഈ പ്രോക്സി ഭരണം നടത്തിയിരുന്ന സോണിയാഗാന്ധിയും സംഘവും ചെയ്ത കാര്യങ്ങളെക്കുറിച്ച്. അത് അന്നത്തെ കേന്ദ്ര ആഭ്യന്തര വകുപ്പിലെ അന്നത്തെ അണ്ടർ സെക്രട്ടറി RVS മണി വ്യക്തമായി വിളിച്ചു പറഞ്ഞ കാര്യമാണ്. രാജ്യത്തെ ഹിന്ദുക്കളെ ഇല്ലാതാക്കാൻ, രാജ്യത്തെ തന്നെ നശിപ്പിക്കുന്നതിന് വേണ്ടി പാകിസ്ഥാൻ തീവ്രവാദികളുമായിട്ട് കോൺഗ്രസ് നടത്തിയ ആ ഒരു നീക്കം ISIക്കും അതിനകത്ത് കൈയുണ്ടെന്ന് പറയുന്നു. അന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷ നോക്കേണ്ട ഉദ്യോഗസ്ഥരെ കോൺഗ്രസ് ബോധപൂർവം പാകിസ്ഥാനിൽ അയച്ചതും, ഈ ബോട്ട്, ഈ തീവ്രവാദികൾ വന്ന ബോട്ട് അത് തടയാതെ അത് നമ്മുടെ ഈ ഭാരതത്തിൻ്റെ തീരത്തേക്ക് അടുക്കാൻ അനുവദിച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഉള്ള വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പലതും ഭീതിയോടെയാണ് കേട്ടത്. ഈ സംഘത്തിൽ പാകിസ്ഥാനിൽ നമ്മുടെ ദേശസുരക്ഷയെ ഒരു തീവ്രവാദ ആക്രമണം വന്നാൽ അതിനെ എതിരിടാൻ നേതൃത്വം നൽകേണ്ട ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ പാകിസ്ഥാനി വിട്ടതും, അത് തന്നെയുമല്ല, ഇവിടെ ഭീകരാക്രമണം നടന്നപ്പോൾ ചിദംബരമാണെന്ന് തോന്നുന്ന ആഭ്യന്തരമന്ത്രി, അയാൾ ഇതിനു വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാതെ കളിച്ചതും എല്ലാം നമ്മൾ പുറത്തു വന്നതാണ്. അത് ഞാൻ അതിൽ ഒരു വീഡിയോയിൽ അതിനെക്കുറിച്ച് ഞാൻ കേട്ടിരുന്നു. നമ്മുടെ വടയാർ സുനിൽ കൃത്യമായിട്ടത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നോ നാളെയോ അതേക്കുറിച്ചൊരു വീഡിയോ ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഭീകരമായ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാകും. ഈ കാര്യങ്ങളൊക്കെ പുറത്തു വന്നപ്പോൾ ഇത് പാർലമെൻറ്റിൽ ചർച്ചയാകും എന്ന് ഭയന്ന്, ജനങ്ങൾ ഇത് ചർച്ചയാക്കും എന്ന് ഭയന്നാണ് കോൺഗ്രസ് ഈ സമരാഭാസം നടത്തുന്നത്. രാജ്യത്തിനെ എങ്ങനെ നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള കാര്യം ജനങ്ങൾക്കിടയിൽ ചർച്ചയായാൽ അത് കോൺഗ്രസിൻ്റെ അന്ത്യത്തിന് കാരണമാകും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ്സുകാർ ഈ പാർലമെൻറ്റ് സ്തംഭിപ്പിക്കാനും ഈ കൂറ പാർട്ടികളുടെ സമരത്തെ കൂടുതൽ ജ്വലിപ്പിച്ചു നിർത്താനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം തന്നെ നമ്മൾക്ക് ഇതിൽ നിന്ന് വ്യക്തമാണ്. ഇന്ന് പത്രത്തിൽ തന്നെ ഒരു BJPയുടെ മുൻ നേതാവ്, ഇപ്പോൾ അദ്ദേഹം ആരോഗ്യപരമായ കാരണങ്ങളാൽ അദ്ദേഹം രംഗത്തില്ലാത്തത് കൊണ്ടാണ് ഞാൻ മുൻ നേതാവെന്ന് പറയുന്നത്. അദ്ദേഹം ഒരു ഏറ്റവും മുതിർന്ന BJP പ്രവർത്തകരിൽ ഒരാളാണ്. മുൻ കേന്ദ്രമന്ത്രിയായിരുന്നു. അടൽ ബിഹാരി വാജ്പേയിയുടെ
മന്ത്രിസഭയിൽ. അങ്ങനെ അടൽജിയുടെ മന്ത്രിസഭയിലെ ഒരു പ്രധാന വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മുരളി മനോഹർ ജോഷി ഈ കുട്ടികൾക്കെതിരെയുള്ള പോലീസ് നടപടി തെറ്റാണ് എന്നൊക്കെ പറഞ്ഞൊരു പ്രസ്താവന ഇറക്കി. അദ്ദേഹത്തിനെ കുറിച്ച് നമുക്കറിയാം. അദ്ദേഹം പ്രധാനമന്ത്രി പദം മോഹിച്ച് നടന്ന ഒരാളായിരുന്നു. നരേന്ദ്രമോദിയെ അധികാരത്തിൽ പ്രധാനമന്ത്രിയായി വന്നതിൽ ഒട്ടും താല്പര്യമില്ലാത്ത ആള് മോദിക്ക് പകരം പ്രധാനമന്ത്രിയാകാൻ കൊതിച്ചിരുന്ന ആളായിരുന്നു അദ്ദേഹം. അന്നു മുതൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായ അന്നു മുതൽ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം മോദിയെ വിമർശിക്കുന്ന ആളാണ്. അദ്ദേഹം രാജ്യവിരുദ്ധമായിട്ടൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും മോദിയെ വിമർശിക്കുന്ന സ്ഥിരം കക്ഷിയാണ്. അങ്ങനെയുള്ള അദ്ദേഹം പറഞ്ഞ് പോലീസുകാർക്ക് നേരെയുള്ള കുട്ടികൾക്ക് നേരെയുള്ള പോലീസ് നടപടി തെറ്റായിപ്പോയി എന്ന് പറഞ്ഞൊക്കെ അദ്ദേഹം ഇത് ചെയ്തിരുന്നു. അത് മോദിക്കിട്ടൊരു കൊട്ടു കൊടുക്കുക എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അദ്ദേഹം അന്നേരം ഇത് നടത്തുന്നത് വിദ്യാർത്ഥികളല്ല ഈ സമരം നടത്തുന്നത് എന്നുള്ളത് ചിന്തിച്ചില്ല. ഇവന്മാരൊക്കെ വിദ്യാർത്ഥികളാണോ? അഭിജിത് ദീപ്ക എന്ത് വിദ്യാർത്ഥി? രാഹുൽ ഗാന്ധി എന്ത് വിദ്യാർത്ഥി? പ്രിയങ്ക എന്ത് വിദ്യാർത്ഥി? ഇവരൊക്കെ രാജ്യത്തെ നശിപ്പിക്കാൻ തകർക്കുന്ന ഒരു കൂട്ടം, ഒരു കാപാലിക കൂട്ടം എന്ന് തന്നെ നമ്മൾക്ക് അവരെ പറയാം. പോലീസുകാരെ അവർ അതിക്രൂരമായിട്ടാണ് ആക്രമിച്ചത്. ഗുണ്ടകളാണ് ഇവർ, കാപാലികരാണ്. അവരെ എങ്ങനെ വിദ്യാർത്ഥികളാകും? ഇവരെ ഇങ്ങനെയല്ലായിരുന്നു. ഇവരെ ജീവിതത്തിൽ മറക്കാത്ത രീതിയിൽ വേണമായിരുന്നു ഇവർക്കിട്ട് പോലീസുകാർ അവരുടെ നേരെ നടപടിയെടുക്കേണ്ടത്. കാരണം സമാധാനപരമായി നിന്ന പോലീസുകാരെയാണ് ഇവർ ആദ്യം ആക്രമിച്ചത്. തീരെ നിവൃത്തിയില്ലാതാണ് പോലീസുകാർ തിരിച്ച് ഇത് ചെയ്തത്. അങ്ങനെയുള്ളപ്പം മുരളി മനോഹർ ജോഷിയുടെ ഈ പ്രസ്താവന എടുത്തങ്ങ് ആഘോഷിക്കുകയാണ് മാധ്യമങ്ങൾ. BJPയിലും ഭിന്നത, ഈ പോലീസ് ആക്ഷനെതിരെ അല്ലെന്നുണ്ടെങ്കിൽ ഈ സമരത്തിനോട് സ്വീകരിച്ചിരിക്കുന്ന സമീപത്തിനെതിരെ BJPയിലും ഭിന്നത വളരുന്നു എന്നൊക്കെ പറഞ്ഞാണ് ഇവർ വാർത്ത പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് സത്യത്തിൽ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി ആയിരുന്നില്ല വരേണ്ടിയിരുന്നത്, അഡ്വാണിജി ആയിരുന്നു എന്നായിരുന്നു. ഇപ്പോഴും എൻ്റെ അഭിപ്രായം അതാണ്. അഡ്വാണിജി പ്രധാനമന്ത്രിയാകണമായിരുന്നു. അതിനുശേഷമായിരുന്നു നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകേണ്ടിയിരുന്നത് എന്ന അഭിപ്രായമുണ്ട്. കാരണം ഈ പാർട്ടിയെ വളർത്തിക്കൊണ്ടുവന്ന് 0-ൽ നിന്ന് ഇപ്പോഴത്തെ അവസ്ഥയിൽ എത്തിച്ച ആളെന്ന് പറയുന്നത് ലാൽകൃഷ്ണ അഡ്വാണിജി ആണ്. അദ്ദേഹത്തിൻ്റെ പങ്ക് നമുക്കൊരിക്കലും മറക്കാൻ ഒക്കത്തില്ല. രഥയാത്ര നടത്തി ഈ പാർട്ടിയെ അധികാരത്തിലെത്തിച്ച അദ്ദേഹമാണ്. നമ്മുടെ നരേന്ദ്രമോദി ആദ്യമായി പ്രധാനമന്ത്രിയായ ആ അവസരത്തിൽ എൻ്റെ ആഗ്രഹം, അന്നും ഇന്നും എൻ്റെ ആഗ്രഹവും അഭിപ്രായം ഇതാണ്: അഡ്വാണിജിയെ പ്രധാനമന്ത്രിയാക്കണമായിരുന്നു. കുറഞ്ഞതൊരു 2 വർഷത്തേക്കെങ്കിലും അദ്ദേഹത്തെ ഈ പ്രധാനമന്ത്രി പദത്തിൽ ഇരിക്കാൻ അനുവദിച്ചിട്ട് വേണമായിരുന്നു നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദത്തിലെത്തേണ്ടതെന്നാണ് ഇന്നും എൻ്റെ അഭിപ്രായം. എങ്കിൽ കൂടിയും നരേന്ദ്രമോദി സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ പൂർണ്ണമായി തന്നെ ഭാരതത്തിന് വേണ്ടിയാണ് എന്നുള്ളതും എനിക്ക് അഭിപ്രായമുണ്ട്. അദ്ദേഹം പ്രധാനമന്ത്രി പദത്തിലിരുന്ന് അന്ന് മുതൽ സ്വീകരിച്ചിട്ടുള്ള നടപടികളെല്ലാം ഈ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയും നന്മയ്ക്ക് വേണ്ടിയുമായിരുന്നു. അല്ല, അദ്ദേഹത്തിൻ്റെ സ്വാർത്ഥ നേട്ടത്തിന് വേണ്ടി ഒരു കാര്യം അദ്ദേഹം സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതും നമുക്ക് വിസ്മരിച്ചുകൂടാ. അങ്ങനെയുള്ളപ്പോൾ മുരളി മനോഹർ ജോഷിയെ ഒക്കെ പൊക്കിയെടുത്തുകൊണ്ട് വന്ന് എന്തുകൊണ്ടാണ് അഡ്വാണിജി എതിർത്ത് പറയാത്തത്? ഈ അഡ്വാണിജി കഴിഞ്ഞേ ഉള്ളൂ മുരളി മനോഹർ ജോഷി എന്ന് പറയുന്ന നേതാവ്. അഡ്വാണിജി എന്താണ് എതിർത്ത് പറയാത്തത്? അദ്ദേഹത്തിനറിയാം നടപടികളെല്ലാം തന്നെ കൃത്യമാണെന്നുള്ള കാര്യം. ഇങ്ങനെ ഈ സമരത്തിനെ അനുകൂലിച്ചുകൊണ്ടും ഈ ബഹളങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടും കോൺഗ്രസ് നമ്മുടെ രാജ്യത്തോട് ചെയ്ത ആ ഒരു പാതകം ഒളിച്ചു വെക്കാനാണ് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ദേശീയ മാധ്യമങ്ങളിലെല്ലാം ഇത്
ഈ വാർത്ത വന്നിട്ട് എന്തുകൊണ്ട് കോൺഗ്രസ് എന്ന അജ്മൽ കസബിനെ വെച്ച് കളിച്ച ആ കളി നമ്മുടെ ഈ കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാതിരുന്നു? ഏഷ്യാനെറ്റ് ചർച്ച ചെയ്തില്ല, 24 ചർച്ച ചെയ്തില്ല, റിപ്പോർട്ടർ ചർച്ച ചെയ്തില്ല, മനോരമ ചർച്ച ചെയ്തില്ല, മാതൃഭൂമി ചർച്ച ചെയ്തില്ല. എന്തുകൊണ്ട്? ഇവരെല്ലാം ദേശവിരുദ്ധരായതുകൊണ്ട് തന്നെയാണ് അവർ ചർച്ച ചെയ്യാത്തത്. അതുകൊണ്ടാണ് ഈ ദേശത്തിനെതിരായിട്ട് കോൺഗ്രസ് നടത്തിയ ഈ തെമ്മാടിത്തരത്തെ, ഈ ക്രൂര കൃത്യത്തെ ഇവർ മൂടി വയ്ക്കാൻ ശ്രമിക്കുന്നത്. അതാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഈ കോൺഗ്രസിൻ്റെ ഈ പ്രവർത്തനം എന്നുള്ള കാര്യം ജനങ്ങളിലെത്തിക്കാൻ കേന്ദ്ര സർക്കാരും BJPയും തയ്യാറാകണം. ഇത് പാർലമെൻറ്റിൽ ഇത് ചർച്ച ആയാലോ എന്ന് ഭയപ്പെട്ട് അവർ പാർലമെൻറ്റ് തടസ്സപ്പെടുത്തുന്നത് നമ്മൾക്ക് മനസ്സിലാക്കാം. പക്ഷേ ജനങ്ങളുടെ മുന്നിലേക്ക് ഇത് എത്തിക്കുന്നത് ഇവർക്ക് തടസ്സപ്പെടുത്താൻ കഴിയും. BJPയുടെ പ്രവർത്തകർ നേരിട്ടിത് കാര്യങ്ങൾ ജനങ്ങളുടെ മുന്നിൽ എത്തിച്ചാൽ ഇത് തടസ്സപ്പെടുത്താൻ കഴിയില്ല എന്നുള്ള കാര്യം വിസ്മരിച്ചുകൂടാ. അതനുസരിച്ച് വേണം BJP പ്രവർത്തകർ മുന്നോട്ട് ഈ എല്ലാ കാര്യങ്ങളും ജനങ്ങളിൽ എത്തിക്കേണ്ടത്. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതിനെ വളർത്തുന്നതിനായി നിങ്ങൾ സഹകരിക്കുക. ഇത് സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നതിനായി ഇത് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക.